അങ്ങനെ ഇതേ ബസ് കയറി ചാലക്കുടി എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് വിശന്നിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അവിടെ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ചായക്കട പോലും ഞങ്ങൾ കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ബസ് കയറി തൃശ്ശൂർ എത്തിയിട്ടോ. തൃശ്ശൂർ എത്തി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ നമ്മളിത് ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്ത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ, നമ്മളിന്ന് ഫുൾ പട്ടിണിയായിരുന്നു. അങ്ങനെ ഇതേ ബിരിയാണിയൊക്കെ വന്ന് ഇവക്ക് ഒരു ഉഷാറില്ലാതെ കഴിക്കാൻ കേട്ടോ. എനിക്ക് വേണ്ടത് കിടന്ന് ഇരുന്നൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ എൻ്റെ കുറച്ച് ക്ലോസപ്പിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മളിതേ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ഒരു ഐസ്ക്രീം കട കണ്ടത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, തണുത്ത് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഐസ്ക്രീമിൻ്റെ വില ചോദിച്ചപ്പോൾ ഞങ്ങൾ കണ്ണ് തള്ളി. ഞങ്ങളിതേ അവസാനം ഒരു 5 രൂപയുടെ സിപ്പപ്പും വാങ്ങി നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നിട്ടു. അവിടെ എത്തി ട്രെയിനിൻ്റെ ടൈം ചോദിച്ചപ്പോഴാണ് ട്രെയിൻ 8:15 വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ 8:10 ചോദിച്ചേ. പിന്നെ വേഗം ടിക്കറ്റ് എടുത്ത് നല്ല ഓട്ടമായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന ട്രെയിനാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അതല്ല. അപ്പോൾ അവിടെ ഒരു കോമഡി സംഭവിച്ചിരുന്നു, അതിൻ്റെ ശരിയായിരുന്നു കേട്ടോ ഗൈസ് ഇത്. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ട്രെയിനായിരുന്നു, അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ട്രെയിൻ കയറിയപ്പോൾ ഉള്ള അവസ്ഥ ഇതായിരുന്നു ഗൈസ്, വൻ തിരക്ക്. ഞങ്ങളിതേ കാലിക്കറ്റ് വരെ നിന്നിട്ട് പിന്നെ ഡോറിൻ്റെ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് വ്യൂ ഒക്കെ കിട്ടി. പിന്നെ അതിന് ശേഷം നമ്മളിതേ കോഴിക്കോട് നിന്ന് KSRTC കയറി. അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്താനായി. പിന്നെ എൻ്റെ ഫ്രണ്ട് വന്ന് ഞങ്ങൾ രണ്ടും പിക്ക് ചെയ്ത് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ ബായ്. അപ്പം ഇനി അടുത്ത വ്ളോഗായിട്ട് കാണാം. അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.